നമസ്കാരമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരന്മാരെ. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് രാത്രിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ ദുരവസ്ഥയെ കുറിച്ചിട്ട്. വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ വന്ന് കുമിഞ്ഞുകൂടി കിടക്കുന്നതിന് അനുബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ തന്നെ ഞാൻ പറയുകയും ചെയ്ത് അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഈ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്നുള്ളത്. ഇപ്പം അതിന് മുന്നോടിയായിട്ട് ഇന്നിപ്പോൾ കോർപ്പറേഷനിൽ ഞാനൊരു വിവരാവകാശം വെച്ചിട്ടുണ്ട്. അപ്പോൾ വിവരാവകാശം വെക്കുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് തിരക്കിയായിരുന്നു. എങ്ങനെയൊക്കെയാണ് ഈ ഫോട്ടോ വെച്ച് വേസ്റ്റിന്റെ കാര്യങ്ങൾ നടക്കുന്നതും പിടിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അനൗദ്യോഗികമായിട്ട് എനിക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വേസ്റ്റ് ഡിസ്പോസബിളിന് വേണ്ടിയിട്ട് ഒരു വർഷത്തിൽ ഇത്ര രൂപ, കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച് നവീകരണത്തിന് വേണ്ടിയിട്ട്, ഫോർട്ട് കൊച്ചിയിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ മാറ്റിവെക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 13/2/2025 അപ്പോൾ ഒരു 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 വർഷത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഈ പറയുന്ന ബീച്ച് നവീകരണത്തിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ മാറ്റിവെക്കുന്നത്. അത് അനൗദ്യോഗികമായിട്ട് എനിക്ക് കിട്ടിയ വിവരമാണ്. അപ്പോൾ ഔദ്യോഗികമായിട്ട് എനിക്ക് ഈ വിവരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കോർപ്പറേഷനിൽ വിവരാവകാശം വെച്ചിട്ടുണ്ട്. ആ വിവരാവകാശത്തിൻ്റെ ഇനി 30 ദിവസം അതിന് കാലാവധിയുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് രൂപ, അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപ മാറ്റി വെച്ചിട്ട് ഇവർ ഈ പൈസ എന്താണ് ചെയ്യുന്നത്? കൊച്ചിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ മാറ്റിവെക്കുന്ന പൈസ, അല്ലെങ്കിൽ ഗവൺമെന്റ് തരുന്ന പൈസ, അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഈ പൈസ ഇവരെന്താ ചെയ്യുന്നത്? കൊച്ചിക്കാരുടെ ദുരവസ്ഥ എന്നേ ഇതിന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഈ കൊച്ചിക്കാർ ഈ കൊതുകടി കൊള്ളുക, നമുക്കറിയാം, നമ്മുടെ ഈ കൊച്ചിയിൽ ജീവിക്കുന്ന ഓരോ ആളുകൾക്കറിയാം ബുദ്ധിമുട്ടാണ്. ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള സ്ഥലമാണ്. കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ബിസിനസ് എല്ലാം ബേസ് ചെയ്ത് പോകുന്നത് ഫോർട്ട് കൊച്ചിയും ഒന്നും ഹാർബറുമാണ്. ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് കാരണം ഫോർട്ട് കൊച്ചിയിലെ കച്ചവടങ്ങൾ, കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കുടുംബങ്ങൾ പോകുന്നുണ്ട്. ഓട്ടോറിക്ഷക്കാർക്ക് അവരുടേതായിട്ടുള്ള വരുമാനങ്ങൾ ചെറുതോതിൽ ലഭിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇങ്ങനെയുള്ള ഫോർട്ട് കൊച്ചിയെ സംരക്ഷിക്കേണ്ടത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം മറികടന്നുകൊണ്ടിട്ട് കോർപ്പറേഷൻ ഇത്രത്തോളം അഴിമതിയുടെ കൂമ്പാരത്തിൽ മുങ്ങി നിൽക്കുന്ന ഈ കോർപ്പറേഷൻ ദയവ് ചെയ്ത് കൊച്ചിയെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ കൊച്ചിയുടെ പേരും പറഞ്ഞ് ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വക മാറ്റി ചെലവാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പുട്ടടിക്കുക. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ കൊച്ചിക്കാരെ തോൽപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നടക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ബൈ.